എൻ്റെ പേര് PG ജോൺ. ഇടുക്കി ജില്ലയിൽ അടിമാലിക്കടുത്ത് കൊരങ്ങാട്ടി എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരമുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ സ്ഥലത്ത് തെങ്ങ് സാധാരണ ഉണ്ടാകാറില്ല. തെങ്ങ് ഉണ്ടായാൽ തന്നെ അതിന് കായ ഉണ്ടായി കഴിയുമ്പോൾ അത് മച്ച് പൊഴിഞ്ഞു പോകുന്നു. വലുതായിക്കഴിഞ്ഞാലും അതിനകത്ത് തേങ്ങ ഇല്ല, പേട്ട് തേങ്ങ ആയി പോകുന്നു. 35 വർഷം മുമ്പ് ഞാൻ തെങ്ങ് വെച്ചതാണ്. എന്നാൽ തേങ്ങ ഇല്ലാതിരുന്ന, തെങ്ങ് പേടായി പോയിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇദ്ദേഹം ഭൂമി പവർ ക്ലീൻ പ്ലാനറ്റ് എന്ന 2 ഇനം മരുന്ന് ഇദ്ദേഹം കൊണ്ടുവന്ന് തന്നു. ആ മരുന്ന് തെങ്ങിന്റെ ചുവട്ടിൽ ഒഴിക്കുകയും പൊടി വിതറുകയും ചെയ്ത് 1.5 വർഷം മുമ്പ്. ആ 3 മാസം കഴിഞ്ഞപ്പോൾ തേങ്ങ മച്ച് നന്നായിട്ട് നല്ല മച്ചുകൾ കാണപ്പെട്ടു. 1 വർഷം ആയപ്പോൾ തേങ്ങ നല്ല രീതിയിൽ തേങ്ങ അത് നിറച്ച് തേങ്ങ ആയിട്ടുണ്ട്. ഇതുണ്ട്, ഏതാണ്ട് ഇത് തേങ്ങ പൊതിച്ചെടുത്ത് ഇത് പൊതിച്ച് നിറച്ച് തേങ്ങ അതിലുണ്ട്. തേങ്ങ ഇതാണ്ട് തേങ്ങ ഇത് അതിൽ നിന്ന് ഇട്ട തേങ്ങയാണ്. ഒരു തേങ്ങക്ക് തൂക്കം പൊതിച്ചു കഴിയുമ്പോൾ ഈ തേങ്ങ ഒരു 600-700 ഗ്രാം തേങ്ങയുണ്ട്. നല്ല ഉള്ളും നല്ല എണ്ണ അംശം തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റും ഉള്ള തേങ്ങയാണ്. അപ്പൊ ഈ ഗ്രീൻ പ്ലാനറ്റിന്റെ ഭൂമി പവർ അന്ന് ഞാൻ തന്നിരുന്നല്ലോ. അതെ, ഇത് ചോട്ടില് 2-3 സ്ഥലത്തായിട്ട് ഗ്രാനുവൽസ് ഇട്ടു. എല്ലാ തെങ്ങിനും വിട്ടു. അതിനുശേഷം ഇത് പ്രീമിയം ഇത് കലക്കി വെള്ളത്തിൽ ചേർത്ത് ഇതെല്ലാം ഒഴിച്ചു. ഇത് പ്രീമിയം, നൈട്രോക്കിങ്, ഗ്രോയ്, ബ്ലൂം, ഈ ഐറ്റങ്ങളും കൂടെ കൂടിയാണ് ഞാൻ ഇദ്ദേഹത്തിന് ഗ്രീൻ പ്ലാനറ്റിന്റെ ചോട്ടിലൊഴിക്കാൻ. കാരണം ഇതിനകത്ത് 62 ഇനം ബാക്ടീരിയ, അതുപോലെ വളർച്ചകളുള്ള ഇത് ബ്ലൂം എന്ന് പറഞ്ഞാൽ പൂവ് പിടിക്കാനുള്ളതാണ്. അതിലുപരി ഭൂമി പവറാണ് ഏറ്റവും ഇതിന് പ്രചോദനം കിട്ടിയത്. ഈ കണ്ടൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇദ്ദേഹത്തിന് ഞാൻ കൊടുത്തതും അല്ലേ? ഏറ്റവും നല്ലത്. ഞാൻ ഇവിടെ ഒരു തെങ്ങിന് പോലും ഉണ്ടാകുന്നില്ലായിരുന്നു. ഉണ്ടാകുന്ന തെങ്ങിന് ചെറിയ മഞ്ഞപ്പ് ഉണ്ടായിരുന്നു. ആ മഞ്ഞപ്പ് നന്നായിട്ട് മാറി നല്ല പച്ച നിറമായി തേങ്ങ നിറച്ച് പിടിക്കുന്നുണ്ട് അല്ലേ? ഇത് മാത്രമല്ല, ഈ തെങ്ങ് മാത്രമല്ല, വീടിന്റെ പുറകുവശത്തെല്ലാം 15 തെങ്ങുകൾ നന്നായി കായ്ച്ചു വന്നിട്ടുണ്ട്. 15 തെങ്ങും കായ്ക്കാവുന്നത് കായ്ക്കുന്നുണ്ട്. അപ്പൊ ഈ ഗ്രീൻ പ്ലാന്റ് ചേർത്തതിന് ശേഷം മാത്രമാണ്. ഇതിനു മുമ്പ് തേങ്ങ കായ്ക്കുന്നില്ലായിരുന്നു. ഇത് ചേർത്തോടുകൂടി നന്നായിട്ട് തേങ്ങ കായ്ക്കുന്നുണ്ട്. അപ്പൊ ഈ ഗ്രീൻ പ്ലാന്റിന് ഈ ഭൂമി പവറും പ്രീമിയം എല്ലാം പ്രയോഗിച്ചതിന് ശേഷമാണ് തേങ്ങ കായ്ച്ചത്. 35 വർഷം മുമ്പും പിടിക്കുന്നില്ല. ഒരു തേങ്ങ പോലും പിടിക്കുന്നില്ല. ഇതിലുണ്ടായതാണ് ഇപ്പൊ വീട്ടാവശ്യത്തിന് കിട്ടി തുടങ്ങി. 6 മാസം മുമ്പ് ഒരു കൊലയിൽ നിന്ന് 8 തേങ്ങ കിട്ടും. അതിലെ ഒരു തേങ്ങയാണ് ഇത്. ഇപ്പൊ ഇതിൽ നിറച്ചുണ്ടല്ലോ തേങ്ങയുണ്ട്. അതായത് ഇപ്പൊ ഇടാറായ തേങ്ങയൊക്കെ ഉണ്ട്. നല്ല കരിക്കിട്ടാലും കരിക്കിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഉള്ളുണ്ട്. ഈ മേഖലയിൽ കർഷകരോടെല്ലാം ഇതിനെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ പറയുന്നുണ്ട്. ഇവിടെ കൃഷി വകുപ്പുകാർ വന്നപ്പോൾ അവരോട് പോലും ഞാൻ പറഞ്ഞു. ഇങ്ങോട്ട് നോക്കി. അപ്പം ഇതിന് നല്ല അഭിപ്രായമാണ്. ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണം കർഷകർക്ക്. ഇത് ഈ പ്രോഡക്റ്റ്, ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. തെങ്ങ് നന്നായിട്ട് ഈ പ്രദേശത്തെ മറ്റുള്ളവരും ഉപയോഗിക്കണം. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ചിലരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ ഇദ്ദേഹത്തെ കൊണ്ട് ഇവിടെ എത്തിച്ച് കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രോഡക്റ്റ് ഏലത്തിനും ഒക്കെ ഒന്ന് ഇടാൻ പറഞ്ഞല്ലോ. എല്ലാത്തിനും ഇടാം അല്ലേ? അതെ, നല്ല റിസൾട്ടാണ്. ശരി, ഓക്കെ.